ഇന്ന് അടീനിയത്തെക്കുറിച്ചാണ് പറയുന്നത്. അടീനിയത്തിന് ഡിസേർട്ട് റോസ് പ്ലാന്റ് എന്നും നാച്ചുറൽ ബോൺസായി എന്നൊക്കെ പറയപ്പെടുന്നു. ഇവിടെ വിത്താണ് കാണുന്നത്. ആ വിത്ത് ഉണങ്ങുമ്പോൾ തന്നെ അതിനെ കെട്ടിവെക്കണം, അല്ലെങ്കിൽ ആ വിത്ത് പൊട്ടി നമുക്ക് അതിൽ നിന്ന് വിത്തൊന്നും കിട്ടുകയില്ല, അത് പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും കെട്ടിവെച്ചാൽ മാത്രമേ നമുക്ക് വിത്ത് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ കോർട്ടക്സ് ആണ് ഭംഗി. കോർട്ടക്സ് വേഗം മഴയൊക്കെ പെയ്യുമ്പോൾ മാറ്റി വെച്ചില്ലെങ്കിൽ കോർട്ടക്സ് ചീഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് ആ സമയത്ത് അത് മാറ്റി വയ്ക്കണം. വെള്ളം അധികം ഒഴിക്കുകയും വരുത്. 2-3 ദിവസം കഴിയുമ്പോൾ മാത്രമേ വെള്ളം ഒഴിക്കേണ്ടതുള്ളൂ. പലതരം വെറൈറ്റി അടീനിയങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു പെറ്റൽ മാത്രമേ ഉള്ളൂ. പല കളറുകളിലുള്ള അടീനിയങ്ങളുമുണ്ട്. റെഡ്, വൈറ്റ്, പിങ്ക്, ഇങ്ങനെ പല കളറുകളുമുണ്ട്. പെറ്റൽസ് കുറേ ആയിട്ടുള്ള അടീനിയങ്ങളുമുണ്ട്. പിന്നെ ഇവിടെ കേടുവരികയാണെങ്കിൽ നീം ഓയിൽ 5-10 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിച്ചു കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ വിത്ത് പാകി മുളപ്പിച്ച തൈകളാണ് കാണുന്നത്. ഇത് വൈറ്റ് കളറിലുള്ള ആണ് പാവി മുളപ്പിച്ചിരിക്കുന്നത്. പിന്നെ എപ്പോഴും ചെടി 3-6 മാസം കൂടുമ്പോൾ പ്രൂൺ ചെയ്ത് വെച്ചാൽ കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാവുകയും പൂക്കൾ നമുക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ കമ്പൊക്കെ വളർന്ന് പൂവൊന്നും അധികം ഉണ്ടാവുകയില്ല, ചെടിയെ കാണാൻ ഭംഗിയും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പശയെല്ലാം നന്നായി തുടച്ച് കളഞ്ഞ്, നമ്മളിവിടെ സാഫാണ് ഉപയോഗിക്കുന്നത്. സാഫ് കുറച്ച് കലക്കി അത് അവിടെ ഇതിലൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ്. മുറിച്ച ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ്. എപ്പോഴും നമ്മൾ കട്ട് ചെയ്ത നമുക്ക് വീണ്ടും തൈകൾ ഉണ്ടാക്കാവുന്നതാണ് ആ കട്ടിങ്സ് കൊണ്ട്. അപ്പോൾ ആ കട്ടിങ്സും നമ്മൾ എന്ത് ചെയ്യണം, സാഫിൽ മുക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ തൈകൾ ഉണ്ടാക്കാം. പക്ഷേ കോട്ടക്സ് ഉണ്ടാവണമെങ്കിൽ വിത്ത് പാവി മുളപ്പിച്ചാൽ മാത്രമേ ഇത്രയും നല്ല കോട്ടക്സിൽ കിട്ടുകയുള്ളൂ. കട്ടിങ്സ് വെച്ചാൽ അത്ര കോട്ടക്സ് വലുതാവുകയില്ല. പൂക്കളൊക്കെ നമുക്ക് രണ്ടിൽ നിന്നും ഒരുപോലെ തന്നെ ഉണ്ടാവും. പിന്നെ ഇതിന് അധികം മണ്ണൊന്നും ആവശ്യമില്ല. ഹാർഡ് പ്രൂണിങ്ങും ചെയ്യാവുന്നതാണ്. പരന്ന പാത്രത്തിൽ വെച്ചാൽ ഭംഗിയുണ്ടാവും. നമുക്ക് ചെറിയ ചെറിയ പോട്ടുകളിലും വെക്കാവുന്നതാണ്. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മളെപ്പോഴും റീപോട്ട് ചെയ്ത് കഴിയുമ്പോൾ സാഫ് കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ വലിയ ചെടികളാണ് റീപോട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ വേരുകളെല്ലാം തന്നെ നമ്മൾ മുറിച്ച് മാറ്റണം. ചെറിയ വേരുകളും പിന്നെ ആവശ്യമില്ലാത്ത വേരുകളൊക്കെ എല്ലാം നമ്മൾ മുറിച്ച് കളഞ്ഞ് അതിനെ വൃത്തിയാക്കി എടുക്കണം. അവിടെയും നമ്മൾ സാഫൊക്കെ പുരട്ടി ഇതിനെ എടുക്കണം. ഇതിപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ചിക്കൻ്റെ ഇരിക്കുന്ന പോലെയായിരിക്കും കാണുക. ഇത് പലതര ഷേപ്പുകളിലും നമുക്ക് കിട്ടാറുണ്ട്. ഈ കോട്ടക്സ് വലുതാവും തോറും പല ഷേപ്പുകളിലും വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ സാഫൊക്കെ തേച്ചിട്ടാണ് റീപോട്ട് ചെയ്യുക. കുറച്ച് മണ്ണ് മാത്രമേ വേണ്ടൂ. മണ്ണിട്ട് അതിൻ്റെ മുകളിലാണ് ഈ കോട്ടക്സ് വെക്കേണ്ടത്. താന്നു പോകരുത്, ഒരിക്കലും താത്തി വെക്കരുത്. കുറച്ച് ഓട്ടുമുറിയും കരിയും കുറച്ച് മണ്ണും ഒക്കെ ഇട്ട് കോട്ടക്സിനെ എപ്പോഴും പൊക്കി വെക്കേണ്ടതാണ്. പിന്നെ നമുക്ക് ഇടയ്ക്ക് ചാരം ഇതുപോലെ എടുത്തിട്ട് വെള്ളമൊഴിച്ച് കലക്കി കൊടുക്കാവുന്നതാണ്. ഇത് പൂക്കളുണ്ടാവാനും അതുപോലെ ഇലകൾ മഞ്ഞ ഒക്കെ വരുന്നത് മാറാനും ഈ ചാരം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം.